നെയ്യാറ്റിൻകര തൊഴുക്കൽ പ്രദേശത്ത് വീടുകളിൽ അതിക്രമിച്ച് കയറുകയും യുവാക്കളെ മർദ്ദിക്കുകയും ചെയ്ത പ്രതിയെ പോലീസ് മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര ചെമ്പരത്തിവള സ്വദേശി അനീഷാണ് പ്രദേശത്ത് പരാക്രമമുണ്ടാക്കിയത്. എന്റെ നോട്ടത്തിൽ ഈ കേസ് അത്ര പെട്ടെന്ന് തീരുന്ന ലക്ഷണം കാണുന്നില്ല. യുവാക്കളെ മർദ്ദിച്ചതിന് പിന്നാലെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിനുള്ളിൽ കയറിയെന്ന വിചിത്രവാദവും അനീഷ് ഉയർത്തിയിരുന്നു. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയേ? ഇന്നലെ രാത്രി 12:30യോടെയാണ് ചെമ്പരത്തിവള സ്വദേശി അനീഷ് പെട്ടെന്ന് പ്രകോപിതനാകുകയും പ്രദേശത്തെ 3 വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുകയും ചെയ്തത്. അമ്മയ്ക്കിഷ്ടായി, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. എന്താ അത് പോരെ? അത് മതി. വീട്ടിലെ യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇയാളുടെ മർദ്ദനമേറ്റ് 3 യുവാക്കൾക്ക് പരിക്കും സംഭവിച്ചു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നെയ്യാറ്റിൻകര പോലീസ് അനീഷിനെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ എത്തി ചികിത്സ നൽകുന്നതിനിടയിലാണ് തന്റെ ശരീരത്തിൽ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് ഇയാൾ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ആശുപത്രിയിലും ഇയാൾ അക്രമസക്തമായി പെരുമാറിയിരുന്നു. തുടർന്ന് പോലീസുമായി പിടിവലി ഉണ്ടായതിന് പിന്നാലെ കൂടുതൽ അപകടകാരിയായി മാറുമെന്ന് കണക്കാക്കി ഇയാളുടെ കൈയും കാലും ബന്ധിച്ച് ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മാനസികരോഗ ആശുപത്രിയിലേക്ക് മാറ്റി. ഞങ്ങൾ ഈ പേഷ്യന്റിനെ വിദഗ്ധ ചികിത്സക്കായിട്ട് കൊണ്ടുപോവുക. അതെ, വേറെ 2-3 ചികിത്സയുണ്ട്. അടിയെന്ന് തീയിട്ടിട്ട് ഒരു പ്രത്യേക ചികിത്സ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ് സർ.